കേരള സർക്കാരും വിദേശകാര്യ മന്ത്രാലയവും 2 ദിവസമായി നടത്തിയ തുടർ ചർച്ചകൾക്കും ഇടപെടലുകൾക്കും ഒടുവിലാണ് 46 മലയാളി നഴ്സുമാരെ നാട്ടിലെത്തിക്കാനുള്ള ശ്രമങ്ങൾ വിജയകരമായ സമാപ്തിയിലെത്തിയത്. വിമതർ തന്നെ നഴ്സുമാരെ താമസിപ്പിച്ചിരുന്ന കെട്ടിടത്തിൽ നിന്ന് വാഹനത്തിൽ അർബിൽ വിമാനത്താവളത്തിനടുത്തുള്ള അതിർത്തിയിലെത്തിച്ചു. അവിടെ നിന്നും അവരെ തിരിച്ചു കൊണ്ടുവരുന്ന കാര്യത്തിലാണ് കേരള സർക്കാരിന്റെ ഇടപെടലുകൾ നിർണായകമായത്. പ്രത്യേക വിമാനം അർബിലിലേക്ക് അയച്ച് നഴ്സുമാരെ കൊച്ചിയിലേക്ക് കൊണ്ടുവരണമെന്ന കേരളത്തിന്റെ ആവശ്യം വിദേശകാര്യ മന്ത്രാലയം അംഗീകരിക്കുകയായിരുന്നു. കേന്ദ്ര സർക്കാരിന്റെയും കേരള സർക്കാരിന്റെയും ഉന്നത ഉദ്യോഗസ്ഥരെ ഇതിനായി അയക്കാനും തീരുമാനിച്ചു. ഡൽഹി കേരള ഹൗസ് റെസിഡന്റ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാർ, അഡീഷണൽ റെസിഡന്റ് കമ്മീഷണർ രചന ഷാ എന്നിവരാണ് കേരളത്തെ പ്രതിനിധീകരിക്കുന്നതെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അറിയിച്ചു. അർബിലിനടുത്തുള്ള അതിർത്തിയിലെത്തിയ നഴ്സുമാരെ വിമാനത്താവളത്തിനടുത്ത് എത്തിക്കുന്നതിൽ ആശയവിനിമയത്തിൽ ചില പിഴവുകൾ ഉണ്ടായതായി മുഖ്യമന്ത്രി വ്യക്തമാക്കി. അതുകൊണ്ട് കൃത്യസമയത്ത് ഇന്ത്യൻ എംബസിയുടെ വാഹനം അവിടേക്ക് എത്തിക്കാനും അവരെ സ്വീകരിക്കാനും കഴിഞ്ഞില്ല. ഹോട്ടൽ ബുക്ക് ചെയ്തിട്ടുണ്ട്. അവരവിടെ എത്തി. അവിടെ നിന്നായിരിക്കും പോകുന്നത്. നാളെ 7 മണിക്ക് കൊച്ചിയിൽ എത്തത്തക്ക വിധത്തിലാണ് അതിൻ്റെ ക്രമീകരണങ്ങൾ ചെയ്തിരിക്കുന്നത്. എന്നാൽ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചുവെന്നും നഴ്സുമാർ സുരക്ഷിതരാണെന്നും ഇനി ആശങ്കയ്ക്ക് സ്ഥാനമില്ലെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയത്തിന് വിമതരുമായി വിജയകരമായി ആശയവിനിമയം നടത്താൻ കഴിഞ്ഞു എന്ന് തന്നെയാണ് സംഭവവികാസങ്ങൾ സൂചിപ്പിക്കുന്നത്. ഒപ്പം കേരളത്തിന്റെ ഇടപെടലുകൾ കൂടിയായപ്പോൾ മലയാളി നഴ്സുമാർക്ക് പരമാവധി വേഗത്തിൽ സ്വന്തം നാട്ടിലെത്താനുള്ള വഴി തെളിഞ്ഞു. ഡൽഹിയിൽ നിന്ന് ടി കെ ഹരീഷ്, മീഡിയ 1.